ഹലോ മച്ചമരെ, കൽപ്പനയുടെ പുതിയൊരു എപ്പിസോഡിൽ സ്വാഗതം മച്ചമരെ. നമ്മളിപ്പോൾ വീണ്ടും കുറേ നാളിന് ശേഷം പ്രാങ്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾ കുറച്ച് വീഡിയോസ് നമ്മുടെ ഈ ചാനലിലെ കണ്ടന്റ് അല്ല കുറച്ച് വീഡിയോസ് കണ്ട് അത് ആക്ച്വലി ചാനൽ ഹാക്ക് ആയതോ സെയിലായെന്നല്ല, നമ്മളൊരു ക്യാമ്പയിനകത്ത് പങ്കെടുത്ത് ഹിക്സ്ഫീൽഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ക്യാമ്പയിനിൽ പങ്കെടുത്ത അതൊക്കെ കൊണ്ടാണ് ഞാൻ ആ സമയത്ത് വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, ഈ ഇടയ്ക്ക് നമ്മൾ വാർത്തയിലൊക്കെ കണ്ടൊരു സംഭവമുണ്ട്, ഒരു പയ്യൻ ഇങ്ങനെ ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുക്കുകയും ആത്മഹത്യയൊക്കെ ചെയ്ത്. ഇതിപ്പോൾ ആക്ച്വലി പ്രാങ്ക് മാത്രമല്ല, അവയർനെസ്സും കൂടിയാണ്. ഇത് വിന്നിയുടെ ഒരു ഫ്രണ്ട്, രാജൻ എന്ന് പറയുന്ന ഫ്രണ്ട്, ഇതാണൊക്കെ ഒരു ആപ്പിൽ നിന്ന് ലോൺ എടുത്തിട്ട് എന്തോ ചെയ്ത് ഫോണ് കംപ്ലൈൻ്റ് ആയിപ്പോയി. ലാസ്റ്റ് പേയ്മെൻറ്റ് പ്രോസസ്സിങ് കാണിച്ചിട്ട് ഇതായിപ്പോയി. പക്ഷേ ലോൺ ക്ലോസ് ആയി. കാര്യം ഇവൻ്റെ ഫോണിൽ നോക്കിയപ്പോൾ ലോൺ ക്ലോസ് ആയി. പക്ഷേ എന്നാലും പുള്ളിക്കാരൻ ഒരാഴ്ച ഇച്ചിരി ടെൻഷനിലൊക്കെ ഇരിക്കും, ഇനി ആരെങ്കിലും വരുമോ. ആ സമയത്ത് തന്നെ ഈ അർജുൻ എന്ന് പറഞ്ഞ പയ്യൻ്റെ മരണവും ഇങ്ങനെയൊക്കെ. അപ്പോൾ അവൻ ആ ഒരു ടെൻഷനിൽ നിൽക്കും. അപ്പോൾ നമ്മൾ ലോൺ ആപ്പിൽ നിന്ന് വരുവാന്ന് പറഞ്ഞാൽ നമ്മളിന്ന് പറ്റിക്കാൻ പോകുന്നത് ഗൈസ്. ഓക്കെ, അതും നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം വിളിച്ച് വരുത്തും. നമ്മളിവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇവനിപ്പോൾ സീനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് വരുത്തും. അപ്പോൾ ഈ കാണുന്ന നമ്പർ നിങ്ങൾ ബന്ധപ്പെടുക. കമൻറ്റ് ബോക്സും ഡിസ്ക്രിപ്ഷൻ ബോക്സും നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എവിടെ വന്നാലും വർക്ക് ചെയ്യുന്നതായിരിക്കും മച്ചാമാരെ. എന്തായാലും ഞാൻ മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. കൂടുതലായിട്ട് ഞാൻ പറഞ്ഞാൽ നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം. രാജനല്ലേ, രാജനാണെങ്കിൽ നമ്മൾ ഒരു ആപ്പിൽ നിന്ന് ലോൺ എടുത്തായിരുന്നു. ഈ ഇടയ്ക്ക് എടുത്തായിരുന്നു. ഞങ്ങൾ കളക്ഷൻ ഏജൻറ്റാണ്. 2 മാസമായിട്ട് EMI അടയ്ക്കുന്നില്ല. എന്താ? അല്ല, ക്ലിയർ ചെയ്ത ഞാൻ. ആര് പറഞ്ഞു? ഞാൻ ക്ലിയർ ചെയ്തു. 2 മാസമായിട്ട് അടച്ചിട്ടില്ലല്ലോ. ക്ലിയർ ചെയ്തെങ്കിൽ നമുക്കിവിടെ പേയ്മെൻറ്റ്, നമ്മൾ കളക്ഷൻ ഏജൻസ് ആണ്. നമുക്കതിൻ്റെ ഇപ്പം നിങ്ങൾ എടുത്തേക്കുന്ന ആപ്ലിക്കേഷനിൽ നിന്ന് കുറേ ആപ്ലിക്കേഷനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എത്ര രൂപ എടുത്ത്? നിങ്ങൾ 6000 രൂപയാണ് ലോൺ എടുത്തത്. 3 മാസത്തെ അടവിന് അല്ലേ? എന്നിട്ടിപ്പം ഒരു മാസം കൊണ്ട് അടച്ചിട്ട് പിന്നെ 2 മാസം പെൻഡിങ്. ഇപ്പം അത് പലിശ കയറി 10 രൂപ ആയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ക്ലിയർ ചെയ്തേ ഉള്ളൂ. ആര് പറഞ്ഞു ക്ലിയർ വന്നില്ലല്ലോ? ഇതിനകത്ത് എവിടാണ് ക്ലിയർ ചെയ്തത്? ഇതിനകത്ത് എവിടാണ് ക്ലിയർ ചെയ്തത്? അതാണ്ട് പെൻഡിങ് എന്നല്ലേ കിടക്കുന്നത്. ഈ പുള്ളി അല്ലായിരുന്നോ ആൾട്ടർനേറ്റീവ് നമ്പർ വെച്ചിരുന്നത്? പിന്നെ അടുത്ത ചരുവിള പുത്തൻ വീടല്ലേ? പുത്തൻ വീട്. നിങ്ങൾ 2 ദിവസം നിങ്ങളുടെ ഫോൺ എന്താ എടുക്കാത്ത? ഓഫാണല്ലോ. ഫോൺ കംപ്ലൈന്റ് ആയിരുന്നു, അതുകൊണ്ടാണ്. ഫോൺ കംപ്ലൈന്റ് ഇത് ഞാൻ അടച്ചതാണ്. ഇത് ക്ലിയർ ചെയ്തത്. പക്ഷെ അടച്ചപ്പം പ്രോസസിംഗ് പറഞ്ഞാൽ കാണിച്ചു. ഞാൻ വിചാരിച്ച പേയ്മെന്റ് ആയി കാണുമെന്ന്. പേയ്മെന്റ് ആയിട്ടില്ല. രാജൻ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളിപ്പോൾ ഇത് 5 to 7 ദിവസത്തിനകം നിങ്ങൾ പലിശ സഹിതം 10 രൂപ ഇനി അടയ്ക്കാൻ പെൻഡിങ്. നിങ്ങൾ പെൻഡിങ് ഇട്ട് കഴിയുമ്പോൾ പെർ ഡേ പലിശ കയറുന്നുണ്ട്. അത് മാത്രം നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ നിങ്ങൾ അടച്ചില്ല എന്ന് വെച്ചോ, മാക്സിമം നമുക്ക് എത്ര 10-200 രൂപ ഡിസ്കൗണ്ട് തരാം. അതിൽ കൂടുതൽ 900. അത് നിങ്ങൾ ഇന്നിപ്പോൾ ഞാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്തെങ്കിലും പേയ്മെൻറ്റ് ചെയ്തിരിക്കണം. ഒരു EMI എങ്കിലും അടച്ചിരിക്കണം. 3 തവണയായിട്ട് ഞാൻ എൻ്റെ കാണിച്ചു. പക്ഷേ ലാസ്റ്റ് പേയ്മെൻറ്റേ ഉള്ളൂ പ്രോസസ്സിങ് കാണിച്ചത്. പക്ഷേ അല്ല, ഞാനിപ്പോൾ കാണിച്ചല്ലോടെ പെൻഡിങ് എന്ന് പറയുന്നത്. 2 എണ്ണത്തിന് നിങ്ങൾക്ക് നിങ്ങൾ ഈ 3 എണ്ണം ക്ലോസ് ചെയ്യുന്ന പറയുന്നത് NOC എന്തി? നോൺ ഒബ്ലിഗേഷൻ സർട്ടിഫിക്കറ്റ് NOC എന്തി? എടേ ലോൺ ക്ലോസ് ചെയ്യുമ്പോൾ NOC വേണോ? അത് എന്തി? NOC എന്തി? നമ്മൾ കിടന്ന് അലഞ്ഞ് തിരിഞ്ഞ് നമുക്ക് ഇത് കണക്ക് പലരുണ്ട്. നമ്മളിപ്പോൾ കുറേ ആയി 2-3 ദിവസമായിട്ട് ഞാൻ വിളിക്കുന്നുണ്ട്. നിങ്ങൾ ഫോൺ എടുക്കാത്ത ഭയങ്കര ബുദ്ധിമുട്ടായേക്കോ? അടുത്ത ലോൺ എന്തെങ്കിലും വിളിക്കുന്നതാണെന്ന് വിചാരിച്ചാൽ അങ്ങനല്ല. 5 to 7 ദിവസം മാക്സിമം. ഇന്ന് ഡേറ്റ്, ഇന്നിപ്പം 12 തേഴ്സ്ഡേ. ഈ വെനസ്ഡേ അല്ലെങ്കിൽ ഈ തേഴ്സ്ഡേക്ക് മുന്നേ ഇത് ക്ലിയർ ചെയ്യണം. നമുക്ക് കമ്പനി നല്ല സ്ട്രോങ് ഇതാണെന്നുണ്ടെങ്കിൽ ഇനി സംഭവം എന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് ഇത് പേയ്മെന്റ് ചെയ്തപ്പോഴേ എന്നെ വിളിച്ച് പറഞ്ഞില്ലായിരുന്നു ക്ലിയർ ചെയ്തെന്ന്. ഞാൻ പറഞ്ഞില്ലായിരുന്നു. അല്ല, നീ അത് ഫോൺ എന്താ കംപ്ലൈന്റ് പ്രോസസ് ആയതുള്ളൂ, പോയിട്ടില്ല. ഇയാളുടെ പാസ്റ്റും പ്രസന്റും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾ ഫോൺ എടുത്തപ്പോൾ നിങ്ങളുടെ എൻ്റെ ഗാലറി, നിങ്ങൾ ആരെയൊക്കെ വിളിക്കുന്നുണ്ട്, നിങ്ങളുടെ മെയിൽ എല്ലാം നമുക്കറിയാം. നമ്മളെ എങ്ങനെ വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യും. നമുക്ക് കിട്ടിയേക്കുന്ന സ്ട്രിക്റ്റ് ഇൻഫർമേഷൻ വെച്ച് ഇയാൾക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മോർഫൊക്കെ ചെയ്ത് ഫോട്ടോ ഒക്കെ ഇറക്കും. അത് നിങ്ങളുടെ ഈ കിടക്കുന്ന ഇപ്പോൾ ഇതിനകത്ത് നിങ്ങളെ കോൺടാക്റ്റിൽ തന്നെ നിങ്ങളുടെ അമ്മയടക്കമുള്ള ഒരുപാട് പേരുടെ കോൺടാക്ട്സ് ഉണ്ട്. അവർക്കൊക്കെ ആയിരിക്കും എത്തുന്നത്. ഇയാൾക്ക് വീട്ടിലാരുണ്ട്? പിന്നെ അനിയനുണ്ട്. അനിയൻ്റെയൊക്കെ ഫോണിലോട്ട് അനിയൻ്റെ കൂട്ടുകാരും ഇല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഇയാൾക്ക് പെൺപിള്ളേർ കോൺടാക്റ്റുകളുണ്ടല്ലോ, അവർക്ക് ഇയാളുടെ ഫോട്ടോ ഇങ്ങനെ ചെല്ലുന്നത് എങ്ങനെ ഇരിക്കും? ഇയാൾ പറ. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, നമുക്കത് ചെയ്തേ പറ്റത്തുള്ളൂ. ഈ ഇടയ്ക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നോ?
കുറച്ച് ഹിൽ സ്റ്റേഷൻ പോലുള്ള സ്ഥലത്ത്, പോയായിരുന്നു. അതിൻ്റെയൊക്കെ ഫോട്ടോസ് അതിനകത്തല്ലേ? അതെ. അതിനകത്ത് നിന്നൊക്കെ നിങ്ങളുടെ ഫോട്ടോസ് എടുത്ത് മോർഫ് ചെയ്ത് നമുക്ക് ആർക്കാന്ന് വെച്ചാൽ അയച്ചു കൊടുക്കാം. പല രീതിയിലുള്ള ഇതായിരിക്കും ഇതിനകത്ത് വരുന്നത്. നിങ്ങളതിനെ ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരെ, നമുക്ക് ഇതിനകത്ത് ഒരു സെൻറ്റിമെൻറ്റ്സും ഇല്ല. രാജൻ, ഞാനൊരു കാര്യം പറയാം. രാജൻ ഇന്ന് ഒരു EMI എങ്കിലും അടയ്ക്കണം. അടുത്ത ഫ്രൈഡേക്ക് മുന്നേ ക്ലോസ് ചെയ്തിരിക്കണം. നമുക്ക് വേറെ ഒന്നും അറിയണ്ട. എനിക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാവാത്തതുകൊണ്ടൊന്നും അല്ല, നമ്മൾ കണ്ണീച്ചൊറി ഇല്ലാത്തത് കൊണ്ടും അല്ല, നമുക്കിട്ട് കേൾക്കുന്ന റെഗുലേഷൻസ് ഇങ്ങനെ. അല്ല, ഞാൻ അയച്ച എമൗണ്ട് അത് എനിക്ക് തിരിച്ച് വന്നിട്ട് നിങ്ങൾ അയച്ച എമൗണ്ട് ആക്ച്വലി നമ്മുടെ ബാങ്കിൽ വന്നിട്ടില്ല. അത് നിങ്ങളുടെ ബാങ്കിൽ ചെന്നിട്ട് അന്വേഷിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ്റെ ആളല്ല, നമ്മൾ കളക്ഷൻ ഏജൻറ്റാണ്. നിങ്ങളെ ആപ്ലിക്കേഷൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ കാണും, അവർക്ക് മെയിൽ അയച്ചിട്ട് പൈസ എന്തെങ്കിലും ചോദിക്കണം. കളക്ഷൻ ഏജൻറ്റായി ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്, നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ അഡ്രസ്സും നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ റിലേഷനും കോൺടാക്ട്സും ഗാലറിയൊക്കെയാണ് നമുക്ക് കിട്ടിയത്. നമുക്കത് വെച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുമെന്നൊന്നും അല്ലാതെ നിങ്ങൾക്ക് പൈസ എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. കാര്യം ഞങ്ങളുടെ കമ്പനിയിലോട്ടല്ല നിങ്ങൾ പൈസ അയച്ചേക്കുന്നത്. നിങ്ങൾ അയച്ചെടുത്ത് ചോദിക്കടേ. അപ്പോൾ നിങ്ങളത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് തന്നെ ക്ലിയർ ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലടേ. നിങ്ങളുടെ ഫോട്ടോസും ഇതൊക്കെ നമുക്ക്, നീ ഒന്ന് ആലോചിച്ച് നോക്കടേ. നീ രാവിലെ കണ്ണു തുറക്കുമ്പോൾ നിൻ്റെ തുണിയില്ലാത്ത ഫോട്ടോ, അത് ഇതൊക്കെ പോട്ടെ. നിനക്ക് നിൻ്റെ കസിൻസിൻ്റെ അടുത്തോ നിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അത് കേസ് വരെ ആവത്തില്ലേ? ആ രീതിയിൽ ചെയ്യും. എടാ, ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇങ്ങനെയൊക്കെയാ. ഇതൊക്കെ എടുക്കുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ, ഇതെല്ലാം ഒരു ചതിക്കുഴിയാ. എടാ അത് മാത്രമല്ല, ഇപ്പൊ ഇതിനകത്ത് വരാൻ പോകുന്ന ഏറ്റവും വലിയ വിഷയം എന്താ അറിയോ? നമ്മളിപ്പോൾ ഇവിടുന്ന് നിന്റെ ഇല്ലെന്ന് പറഞ്ഞാൽ ഫോർവേഡ് ചെയ്ത് കഴിയുമ്പോൾ എന്തോ ചെയ്യും? പിന്നെ നമ്മുടെ ഇല്ല, ഇവർക്ക് വേറെ ഏജൻസി ഉണ്ട്. ഇതിൻ്റെ ഈ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ അവിടെ നിന്നൊക്കെ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവർ ഇവൻ്റെ ഫോട്ടോസ് മോർഫ് ചെയ്ത് ഇവർ കോൺടാക്ട്സിന് കൊടുക്കും. അപ്പോഴേ അറിയും. അപ്പം വിളിക്കും. അപ്പം നീ വിളിക്കും. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾക്കിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നിൻ്റെ കയ്യിൽ പെൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അയച്ചു കൊടുക്കും. നോട്ട് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞാൽ അയച്ചു കൊടുക്കും. നീ എന്തോ ചെയ്യും? സത്യമായിട്ടുണ്ട്. മോർഫ് ചെയ്ത ഫോട്ടോസ് അവരെടുക്കും. ആധാർ ഡീറ്റെയിൽസ് മൊത്തം. എടാ, ഞാനല്ല ചെയ്യുന്നത്, ഇത് അവരാ ചെയ്യുന്നത്. എനിക്ക് നിന്നെ കാണുമ്പോൾ എൻ്റെ അനിയൻ്റെ ഒരു ഇതുണ്ട്. പക്ഷേ അതുകൊണ്ട് ഞാൻ സാധാരണ ഞാനൊക്കെ ഇങ്ങനെ എൻ്റെ കൂടെ ഉള്ളവർ ഇതിനേക്കാൾ റൂഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. എടാ, നീ കരയണ്ട. അത് കരയാൻ വേണ്ടി പറഞ്ഞതല്ല. നീ ഇത് എങ്ങനെയാലും നീ പൈസ അറേഞ്ച് ചെയ്യും. എൻ്റെ ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഇല്ല. ഞാൻ എൻ്റെ വീട്ടിൽ പിടിച്ചു കഴിഞ്ഞാൽ സീനാണ്. എടാ, നീ കരയണ്ട. ഞാൻ പറയുന്നത് നീ കാമായിട്ട് മനസ്സിലാക്കുക. അതായത് എടാ, ഞങ്ങളിപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഞങ്ങളിപ്പോൾ പെൻഡിങ് എന്ന് പറഞ്ഞ് കൊടുക്കും. നീ കരയാതെ നീ കരയാതെ. ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യും. എടാ, നീ ഒരു കാര്യം ചെയ്യും. എവിടുന്നെങ്കിലും കുറച്ച് പൈസ അറേഞ്ച് ചെയ്തിട്ട് ഒരു EMI അടയ്ക്കും. ഒരു EMI അടയ്ക്കും. 3000 രൂപ. 3000 അല്ല, 2500 800 കണ്ടല്ലേ അടച്ചിരുന്നേ. അത് അടയ്ക്കും. എടാ, ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാ കാര്യം. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എടാ, ഇപ്പം തന്നെ ഒരു പയ്യൻ ഇടയ്ക്ക് സൂയിസൈഡൊക്കെ ചെയ്തണ്ടല്ലേ. അത് ഈ കേസ് കൊണ്ടാ. നമ്മുടെ ജോലി ഇതായിപ്പോയി. ഈ ഫയല് ഫുള്ള് ഇന്ന് ഈ കളക്ഷൻ ഏജൻറ്റുകൾ ഇതിപ്പോൾ ഒരു സ്ഥാപനം, പല സ്ഥാപനങ്ങളുടെ ഇത് ഓരോരുത്തർക്ക് ഇതൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ നിന്ന് കരഞ്ഞ് ഞങ്ങൾ എന്തോ ചെയ്യാനാ? നിന്റെ ഫോൺ ഉണ്ടല്ലോ, ആ ഫോൺ ഫുള്ള് പവറായില്ല. അതിനകത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടോ അതെല്ലാം പവറായില്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്കിതേ ചെയ്യാൻ പറ്റും. എനിക്കിതിൻ്റെ അവസ്ഥ കണ്ടാൽ എനിക്ക് മനസ്സിലാവും. അമ്മയ്ക്ക് സുഖമില്ല. അമ്മ ഹോസ്പിറ്റലിലാകുമ്പം അതിൻ്റേതായിട്ട് കുറച്ച് പൈസയൊക്കെ കയ്യിൽ നിന്ന് പോയായിരുന്നു. എടാ, നീ വിഷമിക്കാതെ. ഇപ്പം അമ്മയുടെ കേസല്ലേ, ഇപ്പം ലോണിൻ്റെ കാര്യമാണെങ്കിൽ തന്നെ. എടാ, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ? എനിക്ക് നിൻ്റെ അവസ്ഥ കണ്ടിട്ട് സങ്കടവും തോന്നുന്നുണ്ട്. നീ വിഷമിക്കാതെടാ. എടാ, ഫോട്ടോസ് ഇപ്പം ഞങ്ങളല്ല ചെയ്യുന്നത്. ഫോട്ടോസ് ഇരിക്കുന്നത് അവരുടെ കയ്യിലാണ്.
അവരത് ഉറപ്പായിട്ട് ചെയ്യും. നീ ആലോചിച്ച് നോക്കും, നീ രാവിലെ നിൻ്റെ വീട്ടിൽ നിൻ്റെ പെങ്ങളോ നിൻ്റെ അമ്മയോ ഫോണോ നോക്കുമ്പോൾ വാട്സപ്പിൽ നിൻ്റെ മോശം ചിത്രങ്ങൾ വന്നു കഴിഞ്ഞുള്ള അവസ്ഥ എന്നാണ്. ആ ഫോട്ടോസ് എടുത്ത് അവർ പബ്ലിഷ് ചെയ്യുക. അത് മാത്രമല്ല ഫേസ്ബുക്കിലൊക്കെ നിന്നെ ടാഗ് ചെയ്തിട്ട് നിൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടും എല്ലാം അവർക്കറിയാം. ആ ഇൻസ്റ്റയിൽ ഇവരെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റയിലുള്ള ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടല്ലോ, അവരെ എടുക്കും. അവരെടുത്തിട്ട് അവർക്ക് ഇൻസ്റ്റയിൽ ഫേസ്ബുക്കിലൊക്കെ നിൻ്റെ മോർഫ് ചെയ്ത ഫോട്ടോസ് പോകും. നീ അല്ലായിരിക്കും, പക്ഷെ നീ ആലോചിച്ച് നോക്കും അത് എത്രത്തോളം നിന്നെ ബാധിക്കും. പിന്നെ നിനക്ക് നാട്ടിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റൂ? നിൻ്റെ വീടും എല്ലാം വിടും, നിൻ്റെ അയൽവാസിക്കാണ് പോകുന്നത്. പിന്നെ നിന്നെ ആ വീട്ടിൽ കയറ്റും. അങ്ങനത്തെ ഒരു ഭീകരമായൊരു കാര്യം ഇതിനകത്തുണ്ട്. ഇല്ലെങ്കിൽ എന്തും വരട്ടെ, ആ പോട്ട് പുല്ലെന്ന് പറഞ്ഞ് വിടണം. ഇതിന് കേസൊന്നും പറഞ്ഞ് ജയിക്കാനൊന്നും പറ്റത്തില്ല. കാര്യം നീ ആദ്യം നീ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒപ്പിട്ട് കൊടുത്തായിരുന്നല്ലോ. ആ ഒപ്പിട്ട് കൊടുത്തതിനകത്ത് ഉള്ള സംഭവമാണ്. അതിനകത്ത് ഇതെല്ലാം ഉണ്ട്. ജോലിയില്ലായിരിക്കും. ഞാൻ പെയിന്റിങ്ങിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് ജോലിയില്ല. അപ്പോൾ അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കുക. അതുകൊണ്ട് ഈ ഒരു ലോൺ അടയ്ക്കണമെങ്കിൽ തന്നെ ഞാൻ വേറെ ആളുടെ അടുത്തുനിന്ന് പെട്ടെന്ന് ക്ലിയർ ചെയ്യണമെങ്കിൽ വേറെ ആളുടെ അടുത്തുനിന്ന് കടം വാങ്ങിക്കണം. നീ എന്തെങ്കിലും കടം മേടിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. എടാ ഇവൻ നിനക്ക് നിൻ്റെ ഫോട്ടോസ് പോകുന്ന പോലും ഞാൻ പോലും അറിയത്തില്ല. അത് ചെയ്യുന്ന ആൾക്കാർ വേറെ ആൾക്കാർ അവർ ചെയ്യും ഉറപ്പായിട്ടും. എനിക്കിതേ ചെയ്യാൻ പറ്റൂ. വേറെ ഒന്നും നിൻ്റെ വീട്ടിലറിയാതെ ഹാൻഡിൽ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും. ഇതിപ്പോൾ എൻ്റെ മണ്ടേ മാനേജർ സാറുണ്ട്, അതിൻ്റെ മണ്ടേ ഇതിൻ്റെ CEO ഉണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. ഇപ്പോൾ ഈ പറയുന്നതിനകത്ത് 10,000 രൂപയിൽ നിന്ന് ഒരു 2,000 അല്ലെങ്കിൽ 3,000 രൂപ ഞങ്ങൾക്ക് കിട്ടും മാക്സിമം പറയുന്നത്. അതാണ് ഞങ്ങളുടെ കമ്മീഷൻ. ബാക്കി കളക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിന്. പിന്നെ നമ്മുടെ ഇപ്പം നീ പൈസ തന്നില്ല, ഉടനെ നമ്മളിത് റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവർ നിൻ്റെ ഫോട്ടോ ഇതൊക്കെ വെച്ചിട്ട് പിന്നെ മോനെ ആത്മഹത്യ ചെയ്യാല്ലാതെ ഒരു വഴിയില്ല. കാര്യം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. നീ ആലോചിച്ച് നോക്ക്, രാവിലെ നീ കണ്ണു തുറന്ന് എണീറ്റ് വരിക, നിൻ്റെ അയൽവക്കത്തുള്ളവർ, നിൻ്റെ കൂട്ടുകാർ, നിൻ്റെ ഫോണിൽ 10-30 മിസ് കോള്, മെസ്സേജുകൾ, എന്തുവാടാ വൃത്തിയായിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത്, നിനക്ക് നാണം ഉണ്ടോടാ ഇങ്ങനെ ചെയ്യാൻ, നിനക്ക് അമ്മയും പെങ്ങന്മാരും ഉണ്ടോടാ എന്നൊക്കെ പറഞ്ഞ്. ഇല്ലെങ്കിൽ ഇവൻ രാവിലെ എണീറ്റ് വരും, നിൻ്റെ വീട്ടിൽ നിൻ്റെ അനിയൻ നിൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല. ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായി നീ എന്ത്? എടാ ഇതിപ്പോൾ നീ കരയാതെ. ഞാനൊരു സിറ്റുവേഷൻ പറഞ്ഞു തന്നെയാണ്. നീ ഇത് ചെയ്തില്ലെങ്കിൽ ഇവരെങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യും? ആ ഒരു സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞു തന്നത്. നമ്മുടെ നാട്ടിലെ കൾച്ചർ ടൈപ്പ്. വിദേശത്തൊക്കെ ആണെങ്കിൽ പോൺ സ്റ്റാർ ആയെന്നേലും പറയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതൊന്നും പറ്റത്തില്ല. നീ ഒരു കാര്യം ചെയ്യ്, നീ എനിക്ക് ഉച്ചയ്ക്ക് ഇച്ചിരി ചോറ് മേടിച്ചു തരാമെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കാം. കാര്യം ഇത് നമ്മൾ റിസ്ക് എടുത്ത് ചെയ്യുന്ന കളിയാടാ. നമ്മൾ ആലോചിച്ചും കണ്ടു വേണം ചെയ്യാൻ. ചുമ്മാ ചാടിക്കയറി എടുത്ത് ചെയ്യാൻ പറ്റത്തില്ല. ചോറ് മേടിച്ച് തരുവോടെ? ചോറും മീൻ പൊരിച്ചേ മതി. ചോറെങ്ങനെ നീ പാഴ്സൽ മേടിച്ചോണ്ട് വരുമോ ഞാൻ കൂടെ വരണോ? മേടിച്ചോണ്ട് വരാമോ? നീ തൽക്കാലം ഒരു കാര്യം ചെയ്യും. ഇപ്പം എന്തൊരു അമ്മയുടെ ആയിരുന്നെങ്കിൽ നിനക്ക് ഇവനെ എത്ര നാളായിട്ട് അറിയാം? വർഷങ്ങളായിട്ടുള്ള കൂട്ടാണോ? ഇവനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ടൊക്കെ നിൽക്കും. അവന്റെ പേര് നോമിനി വെച്ചു. അവനെ അത്രയ്ക്ക് സപ്പോർട്ട്, അത്രയും വിശ്വാസമല്ലേ? ആണോ? നീ പൈസ അടച്ചെന്നുള്ള ഉറപ്പാണോ? അല്ല, അടച്ചെന്നുള്ളത് ഉറപ്പാണ്. പേയ്മെന്റും ചെയ്ത് അത് അവസാനം എന്തെന്ന് അറിയത്തില്ല. പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാണ് കാണിച്ചത്. എന്തെന്ന് അറിയത്തില്ല. അത് പൈസ അയച്ച ഞാൻ ഉള്ളത് പറയാല. ലാസ്റ്റ് അടവ് അടച്ചതും ഒരാളുടെ നിന്ന് കടം വായിച്ചിട്ടാണ്. കാരണം അമ്മ അന്നേരം ഹോസ്പിറ്റലായിരുന്നു, അതുകൊണ്ട് അടച്ചത്. അത് ഇപ്പം പ്രോസസ്സിംഗ് ആണെന്ന് പറയുന്നത്. ഈ നോമിനി വെച്ച ഇവനുണ്ടല്ലോ, ഇവനാണ് എന്നെ വിളിച്ചു വരുത്തിയിട്ട് രാജ എന്ന് പറഞ്ഞൊരു കൂട്ടാനുണ്ട്, ഒന്ന് പ്രാങ്ക് ചെയ്യുമെന്ന് പറഞ്ഞത്. ഇത് ആക്ച്വലി ബ്രോ കെയിൽ പ്രാങ്ക് എന്ന യൂട്യൂബ് ചാനൽ ഒരു പ്രാങ്ക് ഷോ ആയിരുന്നു ബ്രോ.
ഇതൊരു പ്രാങ്ക് ഷോ മാത്രമല്ല, ഇതൊരു അവയർനെസ്സും കൂടാ. ഇങ്ങനെയുള്ള ചതികൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാ. കുഴപ്പമില്ല, ചുമ്മാ ജസ്റ്റ് ഒന്ന് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി. എടി ഇതൊരു പ്രാങ്ക് കേട്ടാ, അങ്ങനെ ഉണ്ടാ. നീ പേടിച്ചു പോയില്ലേ? എന്ത് ചെയ്യും? ജീവൻ പൈസ കടം വാങ്ങിച്ച് അടക്കി ജീവൻ പ്രോസസ്സിങ്. നീ കരയാതെ. പോട്ടാ കരയണ്ട. അത് പിന്നെ എടാ ഞാൻ പോയി ചോറ് മേടിച്ചു തരാം. ഞാൻ പോയി ചോറ് മേടിച്ചു. ഞങ്ങളെല്ലാവരും ഇന്ന് നിന്റെ അങ്ങോട്ട് വരിക. നിന്റെ ഹോസ്പിറ്റലിലൊക്കെ വന്ന് എല്ലാവരും ഒന്ന് കണ്ട് വിസിറ്റ് ചെയ്തിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് നമുക്ക് പോവാം. ഓക്കെ, നീ സമാധാനപ്പെടും, വിഷയമൊന്നും ഇല്ല. എടാ പ്രാങ്ക് ആട്രേ ഇത്. ക്യാമറ കാണിച്ചത് തല കറങ്ങുന്ന എനിക്ക് നീ അവിടെ പോയി കുറച്ചേരം ഇരി. ഇത് ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു ഇരുന്നോ. ഇത് ആക്ച്വലി ഒരു അവയർനെസ് വീഡിയോയും കൂടാ. കാര്യം ഇപ്പൊ തന്നെ ഒരു പയ്യൻ ഇതേ സംഭവം തന്നെ മോർഫേ. ഇരിയടാ, നീ കുറച്ചേരം ഇരുന്നോടാ, കുഴപ്പമില്ല. ഗൈസ് ഇത് ആക്ച്വലി ഒരു പ്രാങ്ക് മാത്രമല്ല. ഓക്കെ, എപ്പോഴാണ് ഒരു ഇത് മാറിയിട്ടില്ല എനിക്ക്. മാറിയിട്ടില്ല. പൈസയുടെ കാര്യത്തില് കുറച്ച് ഇപ്പൊ അമ്മ ഹോസ്പിറ്റലിലും കൂടെ ആയതുകൊണ്ട് കുറച്ച് ഒരു ഇച്ചിരി വെള്ളം ഔട്ടർ എടുക്കട്ടെ. അതോ ഒരു വെള്ളം മേടിച്ച് കൊടുക്കട്ടെ അവന്? ഔട്ടർ എടുക്കട്ടെ. അപ്പോൾ ഗൈസ് ഇത് ആക്ച്വലി ഒരു പ്രാങ്ക് മാത്രമല്ല, ഇതൊരു ആക്ച്വലി അവയർനെസ്സും കൂടാ. ഇപ്പോൾ ഒരു 21 വയസ്സുള്ളൊരു പയ്യൻ ആത്മഹത്യ ചെയ്ത്, അത് ഇതേ സംഭവം തന്നെയാണ്. ലോൺ എടുത്തിട്ട് എന്തോ EMI മുടങ്ങിയതോ അവൻ്റെ മോർഫ് ചെയ്ത ഫോട്ടോസ് ഇറങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിനകത്തൊക്കെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത്, നമ്മളൊരു ലോൺ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ പേയ്മെൻറ്റ് നടത്തണം. അതും ഡെഡ് ലൈനിന് മുന്നേ പേയ്മെൻറ്റ് നടത്തണം. ലോൺ ക്ലോസ് ആയ അങ്ങോട്ട് മെയിൽ അയച്ച് NOC മേടിക്കണം. നോൺ ഒബ്ലിഗേഷൻ സർട്ടിഫിക്കറ്റ്. NOC മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വിഷയമില്ല. നിനക്ക് NOC കിട്ടിയില്ലല്ലോ? ഇല്ല, ആക്ച്വലി നിന്റെ പേയ്മെന്റ് നടന്ന്. അത് ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു പേയ്മെന്റ് ആയെന്ന്. ഇവൻ ആക്ച്വലി കംപ്ലൈന്റ് ഇവന് വലുതായിട്ട് അറിയത്തില്ല. ആക്ച്വലി എടാ നിന്റെ ലോൺ ക്ലോസ് ആയി, അത് ഇവൻ ലോഗിൻ ചെയ്ത്. എന്നിട്ട് ഇവന്റെ ഉറ്റ നന്മനാ. നോക്കിക്കോണേ, ഇവന്റെ ഫോണിൽ ലോഗിൻ ചെയ്ത് ലോൺ ക്ലോസ് ആയത് കണ്ട്, എന്നിട്ട് പറഞ്ഞില്ല. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ നാളെ ശേഷം ഞാനിപ്പോൾ പ്രാങ്ക് ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ ഒന്നും പറയാനും പറ്റുന്നില്ല. ഇവൻ കരയുകയും ചെയ്യുന്നു. എടാ നീ ഒന്ന് നേരെ നിൽക്കടാ, നീ ഒരു പേടിക്കുക, നീ നോർമലാവടാ. അതെ, നീ എന്നെ പേടിപ്പിക്കുക, നീ ഒന്ന് അടങ്ങി നിൽക്കി. ഗൈസ് ഇത് നിങ്ങൾക്കൊരു പാഠമായിരിക്കണം. നമ്മൾ ലോൺ ആപ്പുകളും ലോൺ എടുക്കുന്നതൊക്കെ നിങ്ങളും സൂക്ഷിച്ചും കണ്ടും വേണമൊക്കെ എടുക്കാൻ. വെറുതെ ചെയ്യുന്ന ഓരോ ചതിക്കുഴികളിൽ വീണ് കെണി മേടിച്ച് വെക്കല്. RBIയുടെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിനകത്തൊന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല. അപ്പം മച്ചന്മാരെ, നിങ്ങൾ ഈ കാണുന്ന നമ്പർ ഉണ്ടല്ലേ, നമ്മൾ കമൻറ്റ് ബോക്സിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയായാലും വന്ന് പ്രാങ്ക് ചെയ്യും. വേറെ ഒന്നുമല്ല, ഇപ്പോൾ ക്ലൈമറ്റിക് ചേഞ്ച് ഒക്കെ കാരണം മൂക്കടപ്പും പനിയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇച്ചിരി എനർജി കുറവ്. എന്തായാലും നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക, നമ്മൾ എവിടെയായാലും വന്ന് പ്രാങ്ക് ചെയ്തിരിക്കും. ഓക്കെ അല്ലേ? ഇത് നീ ഒന്ന് ഓക്കെ ആവടാ, നീ ഒന്ന് ചിരിക്കടാ, ഒന്ന് ചിരിക്കടാ, നീ ഒന്ന് ചിരിച്ച്. ശരി വരുന്നില്ല, എന്നാ അവിടെ നിന്നോ. അപ്പോൾ മച്ചാമാരെ, അടുത്തൊരു വീഡിയോ കാണുന്നവരെ മൈ ഡിയർ ഫ്രണ്ട്സ്, ബൈ ബൈ. ഒരു ബൈ പറഞ്ഞേക്ക്. ബൈ. കൂരി വെച്ച എറ വീഴണം.